ചേർപ്പങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുത്തോലി സെന്റ് ജോസഫ്സ് TTയിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൂട്ടുകൂടി നാടുകാക്കാം എന്ന പേരിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. മുത്തോലിക്കടവിൽ വോളണ്ടിയേഴ്സ് ലഹരിക്കെതിരായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മുത്തോലിക്കടവിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തൊട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു ജിജ്ഞാസയോ ആകാംക്ഷയായി വളർന്നാണ് ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ലഹരിയിലോട്ട് നടന്ന് അടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ജീവിത രീതികൾ എന്ന് പറയുന്നത് പണ്ടത്തെ തലമുറ പോലെയല്ല. പണ്ട് ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ്റെ സഹോദരങ്ങൾ അല്ല അമ്മയുടെ സഹോദരങ്ങൾ, അനിയന്മാർ, അനിയത്തിമാർ അല്ലെങ്കിൽ കൂടുതൽ കുടുംബാംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബം പോലെയായിരുന്നു പണ്ടത്തെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. പാലാ പോലീസ് സ്റ്റേഷനിലെ SI രാജു MN ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ കുഴപ്പം നമ്മൾ അറ്റ് എ ടൈം ഒരിക്കൽ മാത്രം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ നെർവ്സിന് വരികയാണ്. നെർവ്സ് വഴി തലച്ചോറിലേക്ക് വരുവാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ആ വ്യക്തി ഡീക്കേ ആയി പോവുകയാണ്. ഒരു ഡ്രഗ്സ് കഴിച്ചാൽ അതിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആ ഡ്രഗ്സ് തന്നെയാണ്. ആ സിന്തറ്റിക് ഡ്രഗ്സ് തന്നെ കൊടുത്താൽ ആ വ്യക്തിക്ക് വീണ്ടും ഇതാവുള്ളൂ. കൂടുതൽ ഡോസേജ് ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നതോടുകൂടി ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നാച്ചുറൽ അല്ല. ലഹരി വിരുദ്ധ ലഘുലേഖയുടെ വിതരണോദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു നിർവഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PJ സിന്ധറാണി, അധ്യാപകരായ ജോയ് സെബാസ്റ്റ്യൻ, പ്രിൻസി മാത്യു, അനിത ബാബു എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.